ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് അങ്ങനെ ഭാഗങ്ങളൊന്നും ഇല്ല കേട്ടോ. വാസം MLA നമ്മളെ വേദന കാണാൻ വരുന്നതും വേദനയോട് മൊഴി മാറ്റരുതെന്ന് പറയുന്നതും, അതുപോലെ തന്നെ കമലാമ്മ വേദന ഒരുപാട് കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ കുത്തുവാക്കുകൾ കരയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദിനിയും പറയുന്നുണ്ട്. എല്ലാവരും കൂടെ വേദന കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദനയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമത്തോട് കൂടിയിട്ട് കരഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, അവൾ ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ കുറ്റബോധം തോന്നുന്ന ഒരു ദിവസം വരും ഉടനെ തന്നെ. അന്ന് മോളോട് അവൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറയും. മോളെന്തായാലും അത് കാര്യമാക്കണ്ടെന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ. കോടതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് നടക്കുന്നത്. അതായത് വിക്രമിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് ദർശനാണ് വരുന്നത്. ദർശനെ കണ്ട് വിക്രമും വേദയും MLA ഒക്കെ ഞെട്ടിത്തെറിക്കാൻ കേട്ടോ. കാരണം ദർശൻ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വിജയിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ദർശനെ കോടതി വളപ്പിൽ വെച്ച് കാണുമ്പോൾ തന്നെ വേദ ചോദിക്കുന്നുണ്ട്, ദർശൻ എന്താണ് ഈ വിക്രമിൻ്റെ കേസ് ഏറ്റെടുത്തതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ കേസിൽ വിക്രമിനെതിരെ മൊഴി പറയുന്നതിൽ എനിക്ക് എൻ്റേതായ ചില കാരണങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ദർശൻ പറയും, ഈ കേസിൽ വാദിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചതിലും എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതൊന്നും വേദനയോട് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം MLA വന്നും കണ്ടിട്ട് ദർശനായിട്ടൊന്ന് ഏറ്റുമുട്ടുന്നുണ്ട് കേട്ടോ. ദർശനാണെന്നുണ്ടെങ്കിൽ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ടുപോയിട്ടോ. കാരണം വിക്രമ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും MLA അപകടപ്പെടുത്തും വിക്രമിനെ. ഇത് ഏത് രീതിയിൽ ദർശനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നൊന്നും വേദയ്ക്ക് അറിയില്ല. എന്തായാലും അത് വിക്രം അറിയണമെന്ന് തോന്നിയത് കൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളോട് എനിക്ക് ദേഷ്യ വെറുപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നീ എനിക്കെതിരെ സാക്ഷി പറയുന്നത് ചോദിക്കുമ്പോഴേക്കും പോലീസുകാർ വിക്രമിനെ പിടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് സാക്ഷി പറയാനായിട്ട് കയറി നിൽക്കുന്നതും സാക്ഷിയല്ല മൊഴി പറയാനായിട്ട് വേദ കയറി നിൽക്കുന്നതും മൊഴി പറയുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതേ സമയം ദർശനാണെന്നുണ്ടെങ്കിൽ വലിയൊരു പോയിന്റ് കൊണ്ടുവരാണ്. അതായത് മറ്റൊരാളുമായിട്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് ഒരുങ്ങി നിന്നിരുന്ന വേദനെ മനഃപൂർവ്വമായിട്ട് വിക്രം ബലമായിട്ട് താലി കെട്ടി കൊണ്ടുവന്നതാണ്. അന്നത്തെ ആ പക മനസ്സിൽ വെച്ചിട്ട് വിക്രമിന് എതിരെ ഇപ്പം മൊഴി പറഞ്ഞിരിക്കുകയാണ്. കള്ളമൊഴിയാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് തന്നെ താലി കെട്ടിയതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊഴി കൊടുത്തതെന്ന് പറയാണ് കേട്ടോ. അത് കോടതി വിശ്വസിക്കുകയാണ്. അങ്ങനെ വിക്രമിന് ജാമ്യം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ടുപോകാണ് കേട്ടോ. വിക്രം പുറത്തിറങ്ങി ഉറപ്പായിട്ടും ഉപദ്രവിക്കുന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ വേദയെ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വാസവനും മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ വാസവനാണെന്നുണ്ടെങ്കിൽ വേദനെ തട്ടിക്കൊണ്ടുപോകാണ്. വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ വേദനെ. എന്നിട്ട് അയാൾ അവിടെ വന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിക്രം ജാമ്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ വേദന ഉറപ്പായിട്ടും വിക്രം രക്ഷിക്കും. അപ്പോൾ വിക്രം അവിടെ വേദന രക്ഷിക്കാൻ വരുമ്പോൾ വിക്രമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വാസവൻ MLA ഈ ഒരു പണി ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അവിടെ നിന്നാണ് വീഡിയോ ഇടുന്നത് കേട്ടോ.